ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെ കരിയർ ആരംഭിച്ച് ഇപ്പോൾ സിനിമയിലും സീരിയലിലും സജീവ സാന്നിധ്യമായ നടിയാണ് മഞ്ജു പത്രോസ്. തന്റെ ഭർത്താവിനെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും തുറന്ന് സംസാരിക്കാറുണ്ട് നടി. ബിഗ് ബോസിൽ എത്തിയ ശേഷം നടിയുടെ ദാമ്പത്യ ജീവിതം തകരുമെന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും മഞ്ജു തന്നെ രംഗത്ത് വന്നിരുന്നു. ബിഗ് ബോസിൽ എത്തിയ ശേഷം പല താരങ്ങളുടെയും ജീവിതം രണ്ടായി മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പലരും വിവാഹിതരായി ഒന്നിച്ച് ജീവിക്കുന്നതും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ബിഗ് ബോസിൽ എത്തിയ ശേഷം മഞ്ജു സുനിച്ചന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു. ഒരു കാലത്ത് ഒന്നുമില്ലാതിരുന്ന താൻ ഇപ്പോൾ ജീവിതത്തിൽ പലതും നേടി, സ്വന്തമായി വീട് വെച്ചു, സ്വന്തം മകന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. 2-3 ഡ്രസ്സുള്ള മാത്രമുണ്ടായിരുന്ന തനിക്കിപ്പോൾ ആവശ്യത്തിന് വസ്ത്രങ്ങളുണ്ട്, ആഹാരമുണ്ട് എന്നൊക്കെ പലപ്പോഴും മഞ്ജു തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്റെ ഭർത്താവുമായുള്ള ജീവിതം ഏതാണ്ട് അവസാനിച്ചു എന്ന് മഞ്ജു തന്നെ തുറന്നു പറഞ്ഞിരുന്നു. നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ടില്ലെങ്കിലും തങ്ങളിപ്പോൾ അകന്ന് കഴിയുകയാണെന്ന് മഞ്ജു പറയുന്നുണ്ട്. ഇനി ഒരുമിക്കാനുള്ള സാധ്യതയില്ലെന്നും മഞ്ജു വെളിപ്പെടുത്തുന്നു. തന്റെ കരിയറിന്റെ തുടക്കകാലത്തെ ദാരിദ്ര്യത്തെക്കുറിച്ച് മഞ്ജു തുറന്നു പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അത്ഭുതമാണ്. വെറുതെയല്ല ഭാര്യ എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ധരിക്കാൻ സ്വന്തമായി നല്ല വസ്ത്രങ്ങൾ പോലും മഞ്ജുവിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. കേവലം 3-4 ഡ്രസ്സുകൾ മാത്രമായി തുടങ്ങിയ ആ യാത്രയിൽ ക്യാമറയ്ക്ക് മുന്നിലെത്താൻ മറ്റുള്ളവരുടെ സാരികൾ കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അന്ന് അനുഭവിച്ച ആ കുറവുകൾ തന്നിൽ ഒരു വാശി ഉണ്ടാക്കിയിരിക്കാമെന്നാണ് മഞ്ജു പറയുന്നത്. കൊതി തീരും വരെ വസ്ത്രങ്ങൾ മാറി മാറി ധരിക്കാൻ സാധിക്കുന്നത് താൻ നടത്തിയ കഠിനാധ്വാനത്തിന്റെ പ്രതിഫലമാണെന്ന് മഞ്ജു അഭിമാനത്തോടെ പറയുന്നു. വെറുതെയല്ല ഭാര്യയുടെ സമയത്ത് എനിക്ക് ഡ്രസ്സില്ല, സാരി ഒന്നുമില്ല, 2-3 സാരിയേ ഉള്ളൂ. മറ്റുള്ളവരുടെ സാരികളൊക്കെ വാങ്ങി ഉടുക്കുമായിരുന്നു. അതിന്റെ വാശിയാണോ എന്നറിയില്ല. ഇന്ന് എനിക്ക് 400ഓളം സാരികളുണ്ട്, നിറയെ ഡ്രസ്സുണ്ട്. വീട്ടിൽ എന്റെ ഡ്രസ്സ് വെക്കാൻ സ്ഥലമില്ല. അതെന്നെ സംബന്ധിച്ചൊരു നേട്ടമാണ്. കൊതി തീരും വരെ മാറ്റിയിടാൻ ധാരാളം ഡ്രസ്സുണ്ട് എന്നാണ് മഞ്ജു പറയുന്നത്. മഞ്ജു എങ്ങനെയാണെങ്കിലും ജീവിതത്തെ മുറുക്കി പിടിച്ച ഒരു വ്യക്തി തന്നെയാണ്. ജീവിതത്തിൽ തനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ആത്മാഭിമാനത്തോടെ ജീവിച്ചിട്ടുള്ള ആള് തന്നെയാണ്. തന്റെ അച്ഛനും അമ്മയും എന്നും തന്റെ ഒപ്പം നിന്നിട്ടുണ്ടെന്നും താൻ എന്നാൽ അവരോട് ഒരുപാട് ഒച്ച ഉയർത്തി സംസാരിച്ചിട്ടുണ്ട്, വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നന്ദികേട് കാണിച്ചിട്ടുണ്ട്. ഒരു മാപ്പ് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. കാരണം മാപ്പിനും അപ്പുറം എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കും. ആ ഒരു ഉറപ്പ് എനിക്ക് നിങ്ങളിൽ തോന്നിയിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ അമ്മച്ചി ഭയപ്പെടരുത്. ആരുമില്ലാതായി പോകുമോ എന്ന് പേടിക്കരുത്. നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. നിങ്ങൾ പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ 2 മക്കൾ. ഞങ്ങൾ ഇല്ലാതായാലേ നിങ്ങൾ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കാവൂ. എനിക്ക് എവിടെ ജീവിക്കാനും പേടിയില്ല. പക്ഷെ എൻ്റെ അമ്മയില്ലാത്തിടത്ത് അങ്ങനെ ഒരു ലോകത്ത് ജീവിക്കാൻ എനിക്ക് പേടിയാണ്.